Hello guys, myself Aisha Sultana, consultant psychologist. So I wanted to share a very great experience of being a part of Psyche Safari. So I don't know where to even begin. Karnam Psyche Safari has been the most magical, incredible 4 days in our life. Like whoever was been a part of it, including myself. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഹാപ്പിനെസ് അല്ലെങ്കിൽ എനിക്ക് വളരെയധികം ഒരു പ്രൗഡ് മൊമെൻറ്റ് ഫീലിംഗ് എന്ന് പറയുന്നത് ഐ വാസ് ഏബിൾ ടു വിറ്റ്നസ് എല്ലാ ക്ലയൻസിൻ്റെയും ഒരു ട്രാൻസ്ഫോർമേറ്റീവ് ഒരു ഫേസ് ഓഫ് ലൈഫ് കാണാൻ പറ്റിയില്ല. ഐ എം റിയലി ഹാപ്പി ആൻഡ് റിയലി പ്രൗഡ് അബൌട്ട് ബീങ് എ പാർട്ട് ഓഫ് ഇറ്റ്. സോ സൈക്കി സഫാരി എന്ന് പറയുന്നത് ഇറ്റ്സ് ബേസിക്കലി 100 hours വിത്ത് ദി തെറപ്പിസ്റ്റ്. അപ്പോൾ ആ ഒരു 100 hours വി ആക്ച്വലി ഡ്വെൽ ഇൻ ടു ഓരോ ക്ലയൻസിൻ്റെ ഡീപ് വൂൺസും കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇൻഡെപ്തായി പോയി. ആൻഡ് ദ ഗ്രോത്ത് ആഫ്റ്റർ ദാറ്റ് അത് കാണുന്നതും ദാറ്റ് ഈസ് നത്തിങ് ഷോർട്ട് ഓഫ് എ റിമാർക്കബിൾ തിങ്. ആൻഡ് സംതിങ് ദാറ്റ് ഓൾവേസ് ഒരു മൈൻഡ് സ്ട്രക്ക് ആയിട്ടുള്ളൊരു മൊമെൻ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്ലയൻസിൻ്റെ ഇടയിൽ ഒരു ഷിയർഫുൾ ആയിട്ടുള്ളൊരു ഷിയർ ജോയ്ഫുൾ അല്ലെങ്കിൽ ഒരു റിലീഫ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു വെൻ ദേ സ്റ്റാർട്ടഡ് the healing journey or when they started to begin to heal themselves. ഓരോ ക്ലയൻസിൻ്റെ ഫേസിൽ നിന്നും ഒരു കൈൻഡ് ഓഫ് പെർട്ടിക്കുലർ എനർജി അത് റേഡിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ അതും ആ ഒരു സംഭവം വിറ്റ്നസ് ചെയ്യുക, അതിൽ ഐ ക്യാൻ ബി എ പാർട്ട് ഓഫ് ഇറ്റ്, ആ ഒരു ജേർണിയിൽ നിൽക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് ആയിരുന്നു ഫോർ എവ്രി വൺ ഹൂ വാസ് പാർട്ട് ഓഫ് ഇറ്റ്. ആൻഡ് ആ ഒരു മൊമെൻറ്റ് ഇസ് ബേസിക്കലി എല്ലാവരുടെയും ഷോൾഡേഴ്സിൽ ഒരുപാട് പെയിനും ബർഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അതൊക്കെ അവരൊരു ബാക്ക് സീറ്റിൽ വെക്കുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന ഒരു ചേഞ്ച് ഉണ്ട്. അത് നമ്മൾ 1-to-1 സെഷനിൽ കാണുന്നതിനെക്കാട്ടി ഏറ്റവും പ്രൊമിനൻ്റ് ആയിട്ട് അല്ലെങ്കിൽ എവിഡൻ്റ്ലി ആ ഒരു 4 days നമുക്ക് വിറ്റ്നസ് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും കൂടുതൽ അതിനപ്പുറം ഒരു റിവാർഡ് നമുക്ക് ആർക്കും കിട്ടാനില്ല. ബീങ് എ തെറപ്പിസ്റ്റ് അതിനപ്പുറം ഒരു റിവാർഡോ അല്ലെങ്കിൽ ആ ക്ലയൻസിന് ആ ഒരു കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് കിട്ടാന്നുള്ളതിന് തന്നെ ആ എക്സ്പീരിയൻസിൽ നിന്ന് അവർക്ക് ചേഞ്ചസ് വരാമെന്ന് പറയുന്നത് തന്നെ ഇറ്റ്സ് വി ആർ ഓൾ ഇൻ എ വേ എന്നുള്ളൊരു സിറ്റുവേഷനിലാണ്. ആൻഡ് സൈക്കി സഫാരിയുടെ വേറൊരു ആംഗിൾ ദാറ്റ് ഐ ഐഡൻറ്റിഫൈഡ് ആൻഡ് ഐ എം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ് എന്ന് പറയുന്നത്, നമ്മൾ 1-to-1 സെഷൻസിൽ എപ്പോഴും ഇൻഡിവിജ്വൽസിനോട് നമ്മളൊരു കാര്യം പറയാറുണ്ട്. നമുക്കുള്ള ഇൻഡിവിജ്വൽ സ്ട്രഗിൾസ് അല്ലെങ്കിൽ നമുക്കുള്ള ഇൻഡിവിജ്വൽ ജേർണീസിൽ വരുന്ന കുറേ ബേർഡൻസും കാര്യങ്ങളും എപ്പോഴും ഇറ്റ്സ് എ റിഫ്ലെക്റ്റീവ് ഓഫ് വാട്ട് വി ഹാവ് ബീൻ സീയിങ് ഫ്രം ദ സൊസൈറ്റി. സോ ഇവിടെ ഈ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ആകുമ്പോഴും സൈക്കി സഫാരിയിൽ ഏറ്റവും കൂടുതൽ ഒരു ഭയങ്കര ഒരു ഗെയിം ചേഞ്ചറായിട്ട് വന്നിട്ടുള്ളത് അവിടെ ഒരു സെൻസ് ഓഫ് കണക്ഷൻ വന്നിട്ടുണ്ട്. ലെറ്റ് ഇറ്റ് ബി തെറപ്പിസ്റ്റ്, ലെറ്റ് ഇറ്റ് ബി ദ ക്ലയൻസ്, ഓൾ ദ പാർട്ടിസിപ്പൻസ് ഹു ആർ ദെയർ, ഒരു സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി, ഒരു സെൻസ് ഓഫ് കണക്ഷൻ, ആ ഒരു എല്ലാവർക്കും ഒരു ഒത്തു ചേർന്നിട്ടൊരു ഡിസയർ ഉണ്ടല്ലോ. ഓക്കെ, വി നീഡ് ടു ഹീൽ, വി നീഡ് ടു ഗ്രോ, വി ഹാവ് ടു കം ഔട്ട് ഓഫ് ഇറ്റ്. കാരണം എല്ലാവരും ഓരോ ഡിഫറെൻറ്റ് ജേർണിയിലും ഓരോ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ലൈഫാണ്, ഡിഫറെൻറ്റ് സ്ട്രഗിൾസിൽ കൂടെ വന്നിട്ട് ഒറ്റ ഒരു എയിം ഓഫ് ഓൾ ദ പാർട്ടിസിപ്പൻസ് ദാറ്റ് ഇസ് പ്രസൻറ്റ് ഓവർ ദെയർ ഇസ് ടു ഹീൽ ആൻഡ് കം ഔട്ട്. അതെല്ലാം വിറ്റ്നസ് ചെയ്യുക, അതിൽ നമുക്കൊരു പാർട്ടാവാന്ന് പറയുന്നതിൽ ഒരു തെറപ്പിസ്റ്റ് എന്ന നിലയിൽ ദാറ്റ്സ് ദി ബെസ്റ്റ് തിങ് ഐ കുഡ് ഡു ടു മൈ ക്ലയൻസ്. ആൻഡ് എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു റിവാർഡും ടെസ്റ്റിമണും അത് തന്നെയാണ്. We realized that there is so many things we can do beyond this one-to-one chair, because we are just getting clients just for 1 hour. ഈ 1 മണിക്കൂറിൽ ക്ലയൻറ്റിനെ നമുക്ക് എത്രത്തോളം നമുക്ക് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ മുമ്പിലിരിക്കുന്ന ആളിനെ ഈ 1 മണിക്കൂറിൽ എത്രത്തോളം നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാൻ പറ്റും. So but we don't have any other alternative to. So we just wanted to get at least normally ഒരു 300 to 400 clients a month ക്ലിനിക്കിൽ വരുന്നുണ്ടാവും. സോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വരുന്നുണ്ടാവും. സോ അതിനകത്ത് നിന്ന് വെറും ഒരു 10-15 പേര് എടുത്തിട്ട് മാസത്തിൽ ഒരു പ്രോഗ്രാം വെച്ചിട്ടാണ് സൈക്കി സഫാരി ഓപ്പറേറ്റ് ചെയ്യുന്നത്. സോ അത്രയും നീഡഡ് ആയിട്ടുള്ളവരെ, കൂടുതൽ അടുത്ത് നമുക്ക് അറിയണമെന്ന് ആഗ്രഹമുള്ള ആളുകളെ
അല്ലെങ്കിൽ കൂടുതൽ ഹീലിംഗ് നമുക്ക് അവർക്ക് ആവശ്യമുണ്ട്, കുറച്ചുകൂടെ പേഴ്സണലൈസ്ഡ് ആയിട്ട് അവർക്ക് പോകണമെന്ന് ആഗ്രഹമുള്ളവരെ മാത്രമാണ് സൈക്കി സഫാരിയിലേക്ക് ചൂസ് ചെയ്ത് നമ്മൾ കൊണ്ടുപോകുന്നത്. ശരിക്കും അങ്ങനെ ഒരു ആശയം തന്നെ വന്നത് ഇതിൻ്റെ ബേസിസിലാണ്. കാരണം ഈ ചില സമയത്ത് 1-to-1 സെഷൻ ഇസ് നോട്ട് ഇനഫ് വിത്ത് ദ പീപ്പിൾ, വിത്ത് ദ ക്ലയൻറ്റ്. സോ വി ജസ്റ്റ് നീഡ് ടു ഇൻട്രാക്ട് മോർ വിത്ത് ദ പീപ്പിൾ ആൻഡ് വി റിയലി വോണ്ട് ടു have some close connection with them. We just want to monitor them. We just want to understand them, what is their real issue. So we are also human being, even though it's tough to understand people. So that is why we are conducting these Psyche Safari programs, and this is a very big, huge success till now. സൈക്കി സഫാരി എന്ന് പറയുന്നത് ഒരു നമ്മൾ ഭയങ്കര കൺസ്ട്രക്റ്റഡ് ആയിട്ട് റിസർവ് ചെയ്ത് ഒരു ചിട്ടയോടെ അല്ലെങ്കിൽ ഇന്നൊരു റൂൾ ബുക്കിലെ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്യുന്ന ഒരു ഹീലിംഗ് വർക്ക്ഷോപ്പ് എന്നൊരിക്കലും നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് എവ്രിബഡി ഹാസ് ദാറ്റ് കൈൻഡ് ഓഫ് സ്കെപ്റ്റിക്കൽ തോട്ട്. ഐ ഫീൽ ഒരു വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ ഈ ഒരു കാര്യം അഡ്രസ്സ് ചെയ്യുമ്പോൾ, ഈവൻ വെൻ ഐ വാസ് എക്സ്പ്ലെയിനിങ് ദിസ് ടു മൈ ഫ്യൂ ഓഫ് മൈ ക്ലയൻസ്, എല്ലാവർക്കും ഉണ്ടായുള്ള ഒരു സ്കെപ്റ്റിക്കൽ തോട്ടാണ്, ഇതെല്ലായിടത്തും പോണ ഒരു ഹീലിംഗ് ജേർണിയാണോ, അവർ പറയണ പോലെ ചെയ്യേണ്ടി വരുമോ, ഈ 4 ദിവസം കൊണ്ട് എത്രത്തോളം നമുക്ക് എഫക്റ്റീവ് ആവും എന്നൊക്കെ ഉള്ള ഒരുപാട് സ്കെപ്റ്റിക്കൽ തോട്ട്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു 4 days നമുക്ക് ഉണ്ടായ ലൈക്ക് ആസ് എൻ ഇൻഡിവിജ്വൽ നമ്മൾ പോലും, ഈവൻ ദ തെറപ്പിസ്റ്റ് പോലും അറിയാണ്ട് ചില കാര്യങ്ങൾ കൺഫ്രണ്ട് ചെയ്യലും ബയസസിലൂടെയൊക്കെ കട്ട് ഓഫ് ചെയ്ത് നമ്മളുടെ റിയൽ സെൽഫ് എടുക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് വി വെർ മോർ കണക്റ്റഡ് ടു പീപ്പിൾ, നേച്ചർ. ആ ഒരു കണക്ടിവിറ്റിയെ ഫോക്കസ് ചെയ്തും നേച്ചറിനെ റിലേറ്റ് ചെയ്തു ആ ഒരു ഹ്യൂമൻ സ്പിരിറ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളൊരു ഹീലിംഗ് ജേർണി ആയിരുന്നു ഈ 4 ദിവസങ്ങൾ. അത് എത്രത്തോളം വേർഡ്സിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, ദർ ഇസ് നോ വേർഡ്സ് ഫോർ ഇറ്റ്. ആ ഒരു എക്സ്പീരിയൻസ് കിട്ടി. നമുക്കറിയാം ആദ്യത്തെ ആ ഒരു ഫസ്റ്റ് ഡേയിലുള്ള ക്ലയൻസിൻ്റെ ആ ഒരു അപ്രിഹെൻഷൻസും കാര്യങ്ങളും ലാസ്റ്റ് ഡേ ആകുമ്പോഴത്തേക്കും ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇസ് നത്തിങ് ബട്ട് റിമാർക്കബിൾ ആയിട്ടുള്ളൊരു ചേഞ്ചസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ സൈക്കി സഫാരി ഇസ് എ ടെസ്റ്റമെൻറ്റ് ഓഫ് ഹ്യൂമൻ സ്പിരിറ്റ് ആൻഡ് ഒരു റെസിലിയൻസ് ഓഫ് ഹൗ ഹ്യൂമൻ കണക്ടിവിറ്റി. ആൻഡ് അതൊരു റിമൈൻഡറാണ്, ലൈക്ക് വെൻ വി ഗോ ഫോർവേഡ് അല്ലെങ്കിൽ ഈവൻ ഇൻ ദ മോസ്റ്റ് ഡാർക്കസ്റ്റ് മൊമെൻറ്റ് ഒരു ഹോപ്പ് ഉണ്ട്. ഇറ്റ്സ് ലൈക്ക് ഒരു സ്റ്റെപ്പ് അപ്പാർട്ടാണ് നമ്മുടെ ഒരു ഗ്രോത്ത് എന്നുള്ളതിൻ്റെ ഒരു ഇൻസൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് പൊതുവെ എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റായിട്ടാണ് നമുക്ക് സൈക്കി സഫാരി നമ്മൾ നോക്കുന്നത്. ആൻഡ് അപ്പോൾ നമുക്ക് ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു, ധാര. അതിൽ നിന്നുണ്ടായിട്ടുള്ള അവർക്കുള്ളൊരു റിലാക്സേഷനും അതിൽ നിന്ന് അവർക്ക് ഫിസിയോളജിക്കലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും കിട്ടുന്ന ഒരു പീസ്ഫുൾനെസ്. പിന്നെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ. ആൻഡ് ദെയർ വാസ് ഫാഷൻ ഷോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും വിചാരിക്കാത്തൊരു ക്രിയേറ്റീവ് സൈഡും ഡീറ്റെയിലിങ്ങും കാര്യങ്ങളും നമ്മൾ അവരോട് ഏറ്റവും വിയേർഡസ്റ്റ് ഓഫ് ദ വിയേർഡസ്റ്റ് വേയിൽ ഡ്രസ്സപ്പ് ചെയ്യാൻ പറയുമ്പോഴത്തേക്കും ഐ കുഡ് സീ നമ്മൾ യൂഷ്വലി കാണുന്ന ഒരു പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ പെർസെപ്ഷൻ ആയിരുന്നില്ല ക്ലയൻസിലുണ്ടായിരുന്നത്. സോ മെനി പീപ്പിൾ ആർ ഒരു ക്രിയേറ്റീവ് സൈഡ് അവരുടെ പറയണതെന്ന് വെച്ചാൽ നമ്മളുടെ ഇമാജിനേഷൻ അപ്പുറമുള്ള ക്രിയേറ്റീവ് സൈഡ് അവർക്കുണ്ട്. ആൻഡ് അവർക്ക് അത് ഷോക്കേസ് ചെയ്യാനുള്ളൊരു സ്പേസ് അവർക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള രീതിയിലും കാര്യങ്ങൾക്കൊക്കെ അവരുടെ പേഴ്സണലി ഒരുപാട് കാര്യങ്ങൾ ബാക്ക് സീറ്റിൽ വെച്ചിട്ടുള്ള ക്ലയൻസ് ആയിരിക്കും. നമുക്ക് ക്ലയൻസ് എന്ന് മാത്രമല്ല നമ്മളാണേലും പല കാര്യങ്ങൾ പുറമേ കാണിക്കണം എന്നുണ്ടാവും. പക്ഷേ ഈ ഒരു ഫിയർ ഓഫ് ജഡ്ജ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉള്ളത് കൊണ്ടും സോഷ്യൽ കണ്ടീഷനിങ്ങിൽ നിന്ന് കിട്ടിയിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് നമ്മൾ പല കാര്യങ്ങളും ബാക്ക് സീറ്റിൽ വെക്കാനുള്ള ടെൻഡൻസി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടെ ഈ ഒരു വർക്ക്ഷോപ്പിൽ നമ്മൾ അതുപോലത്തെ ഒരു സ്പേസും ആക്ടിവിറ്റീസും കൊടുക്കുമ്പോൾ പീപ്പിൾ ആർ മോർ ഫ്രീ. ആ ബേർഡൻസും കാര്യങ്ങളും വെക്കുമ്പോഴത്തേക്കും പീപ്പിൾ ആർ മോർ ഏബിൾ ടു ലിവ്, they're able to smile, they're able to breathe. അവരുടെ ആ ഒരു റിയൽ സെൽഫ് പുറത്തോട്ട് വരാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സ്പേസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതിൽ വി ആർ റിയലി ഹാപ്പി ഫോർ ദാറ്റ് എക്സ്പീരിയൻസ്. സൈക്കി സഫാരിനെ കുറിച്ച് ഞാൻ ക്ലയൻസിനോട് സംസാരിക്കുമ്പോഴത്തേക്കും ഒരു സ്ട്രെസ് റിലീഫ്, നേച്ചറോട് കണക്ട് ചെയ്ത് ആ പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ ഒരു റിട്രീറ്റ് പ്രോഗ്രാം പോലെ ആ ഒരു എക്സ്പീരിയൻസ് ഇസ് മോസ്റ്റ്ലി അബൌട്ട് സ്ട്രെസ് റിലീഫ് എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞു വെച്ചത്. മോസ്റ്റ്ലി അബൌട്ട് സൈക്കോളജിക്കൽ ഇൻ്റർവെൻഷൻസ് എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എൻ്റെ പക്ഷേ ക്ലയൻസ് അവിടെ പോയിട്ട് അവരുടേതായ ഒരു പേഴ്സണൽ ജേർണി ഞാൻ നോട്ടീസ് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് അതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം വാസ് ബിയോണ്ട് സൈക്കോളജിക്കൽ ഇൻ്റർവെൻഷൻ.
Psych Safari was a spiritual journey for them personally, is what I understood. Because avada പോകുമ്പോഴത്തേക്കും we are able to connect with ourselves. As an individual, we are able to connect with nature. Two things that we need to connect with to realize and understand more things about ourselves. Because as soon as you connect with nature as an individual, you're connecting with your ancestral genes, and so. Ivida, we are able to sit with them, we are able to dance with them, we are able to walk with them, talk with them about whatever they want to talk about, beyond the limits of a 1 hour session within that 4 walls of a therapy room. We're able to connect with them. Because ഈ പറഞ്ഞ പോലെ നമ്മളുടെ സൈക്കോ സഫാരി എന്നുള്ളൊരു പ്രോഗ്രാം ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് മെൻ്റൽ ഡിസോർഡേഴ്സ് ഓർ സൈക്യാട്രിക് ഡിസോർഡേഴ്സ് ഓർ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്. ഇറ്റ് ഈസ് ഓൾസോ അബൌട്ട് മെൻ്റൽ ഹെൽത്ത്, ഇറ്റ്സ് അബൌട്ട് മെൻ്റൽ വെൽബീയിങ്. ആ ഒരു സ്ട്രെസ് റിലീഫ്, ആ ഒരു മെൻ്റൽ വെൽനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഒരു പ്രോഗ്രാം ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ. ആസ് എ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ, ഐ ഹൈലി റെക്കമെൻഡ് ദിസ് 4-day program to each and every one of you. If you're willing to come, I am there with you throughout the journey. Me and my team are willing to assist you throughout the whole journey. And let's enjoy together. Cheers to that. സോ സൈക്കി സഫാരി എന്നുള്ളൊരു പ്രോഗ്രാം അവിടെ ഇനീഷ്യേറ്റ് ചെയ്ത സമയത്ത്, അല്ലെങ്കിൽ മൈൻഡ് മാരേജ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമുക്ക് ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിരുന്നു ആ സിറ്റുവേഷൻസിൽ. അവിടെ ക്ലയൻസിൻ്റെ കാര്യം വരുന്ന സമയത്ത് അവിടെ അവരുടെ ബൗണ്ടറി ബ്രീച്ച് ചെയ്യാതെ നമുക്ക് സിറ്റുവേഷൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതും, അവിടെ ഓരോ സിറ്റുവേഷൻസിലും അവരുടെ കൂടെ നിന്ന് അവർക്ക് വേണ്ട എല്ലാ ഗൈഡൻസും, മേ ബി ചിലപ്പോൾ ഗ്രൂപ്പായിട്ടുള്ള സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് അവിടെ കംഫർട്ടബിൾ അല്ലാത്ത സിറ്റുവേഷൻസ് ഉണ്ടാവാം ക്ലയൻസിന്, ഇൻഡിവിജ്വലായിട്ട് അറ്റൻഷൻ കൊടുക്കേണ്ട പ്രത്യേക സാഹചര്യങ്ങൾ വരാം. സോ ഈ എല്ലാ സിറ്റുവേഷൻസിലും നമ്മൾ കറക്റ്റായിട്ട് അവർക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി ആ സിറ്റുവേഷനെ അവിടെ ഡീൽ ചെയ്യുക എന്ന് പറയുന്നത് തെറപ്പിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഭയങ്കരമായിട്ട് ഒരു ടാസ്ക് തന്നെയായിരുന്നു, അല്ലെങ്കിൽ ഒരു ചലഞ്ച് തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആസ് എ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ ഈ സിറ്റുവേഷൻ നമ്മൾ ഹാൻഡിൽ ചെയ്തപ്പോൾ നമുക്കവിടെ ഒരുപാട് പേര്, നമുക്ക് അത് നമ്മുടെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളായാലും അല്ലെങ്കിൽ കൺസൾട്ടൻസ് ആയാലും സോഷ്യൽ വർക്കേഴ്സ് ആയാലും ഒരുപാട് പേര് ഈ സിറ്റുവേഷനിൽ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എല്ലാവരെയും അല്ലെങ്കിൽ ക്ലയൻസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സദാസമയം നമുക്ക് കൂടെ ഉണ്ടായിട്ടുണ്ട്. സോ ഓരോ സിറ്റുവേഷനിലും ഇതിനെ ഡീൽ ചെയ്ത് വന്ന സമയത്ത് അവിടെ ഓരോ ചലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്തപ്പോഴും നമ്മൾ ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്തത് ഒരു ഗ്രൂപ്പായിട്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ടീമായിട്ടായിരുന്നു. സോ ആ ഒരു ടീം വർക്ക് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ സൈക്കി സഫാരിയുടെ ഒരു വിജയം അല്ലെങ്കിൽ ഒരു സക്സസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ മൈൻഡ് മാരേജ് മാത്രമല്ല, എല്ലാ ഓർഗനൈസേഷൻസും ഈ രീതിയിലുള്ള സൈക്കി സഫാരി പോലത്തെ തെറപ്യൂട്ടിക്കൽ അപ്രോച്ചസ് അല്ലെങ്കിൽ മൾട്ടി ഡയമെൻഷണൽ അപ്രോച്ചസ് കൊണ്ടുവരണമെന്നും ആ സിറ്റുവേഷൻസ് എല്ലാവർക്കും ആക്സസിബിൾ ആവണമെന്നും നമ്മുടെ ഏറ്റവും വലിയ നേച്ചർ എന്നുള്ള നമ്മുടെ ആ ഒരു ഹീലിംഗ് എനർജി അല്ലെങ്കിൽ ആ ഒരു ഹീലിംഗ് പ്ലാറ്റ്ഫോമിനെ യൂട്ടിലൈസ് ചെയ്യണമെന്നും നമുക്ക് ഈ സിറ്റുവേഷൻസിൽ നമ്മൾ ഓരോരുത്തരും, അല്ലെങ്കിൽ ആസ് എ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ ഞാൻ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ക്ലയൻറ്റിന് അവിടെ ആ ക്ലയൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷനാണ് അവരൊരു സൈക്കോളജിസ്റ്റിനെ എപ്പോഴും ഏൽപ്പിക്കുന്നുണ്ടാവുക. മേ ബി അതിൽ തെറ്റ് വരാം, ബട്ട് ഇവിടെ സിറ്റുവേഷൻസിൽ നമ്മളവിടെ കറക്റ്റായിട്ടുള്ള ഒരു ക്ലിനിക്കലായിട്ടുള്ള ഡയഗ്നോസിസ് നമ്മൾ എല്ലാ അല്ലെങ്കിൽ മേജറായിട്ടുള്ള സിറ്റുവേഷൻസിലൊക്കെ തന്നെ നമ്മളവിടെ എന്ത് ചെയ്യാറുണ്ട്, പോവാറുണ്ട്. സോ ഈ ഡയഗ്നോസിസ് നമുക്കവിടെ സിറ്റുവേഷൻസിൽ അവിടെ കൊടുക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ അത് ഹാപ്പൻ ചെയ്യുന്നുണ്ടാവുക ബൈ ദ ഹെൽപ്പ് ഓഫ് അവിടെ വേരിയസ് ക്ലിനിക്കലായിട്ടുള്ള സ്കെയിലുകളും അല്ലെങ്കിൽ മെഷർമെൻറ്റ്സും ഒക്കെ ഉപയോഗിച്ചിട്ടാണ്. സോ ആ സിറ്റുവേഷൻസിൽ അവിടെ അവർക്ക് അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളെ ചില സമയത്ത് അല്ലെങ്കിൽ ചില പ്രത്യേക കാര്യങ്ങൾ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. പക്ഷേ അവിടെ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ക്ലോസ് മോണിറ്ററിങ് അല്ലെങ്കിൽ നമ്മളൊരു സിറ്റുവേഷനിൽ അവരെ എത്രത്തോളം ക്ലോസ് മോണിറ്റർ ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം ക്ലോസ് മോണിറ്റർ ചെയ്യുന്ന ഇങ്ങനൊരു 4 ദിവസം അവർക്ക് പലപ്പോഴും പല സിറ്റുവേഷൻസും അവിടെ ഹൈഡ് ചെയ്യാൻ പറ്റാണ്ട് വരികയും അവർക്ക് ആ സിറ്റുവേഷൻസിൽ മേ ബി ചിലപ്പോൾ ആ ഒരു റിയൽ സെൽഫ് കാണിക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരു
സിറ്റുവേഷൻസ് നമ്മൾ പല സൈക്കി സഫാരിയിലും പല ക്ലയൻസിലും കണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്കവിടെ സിറ്റുവേഷൻസിൽ അവിടെ കറക്റ്റായിട്ടുള്ള അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള അവരുടെ ആ ഒരു റിയൽ സെൽഫ് മനസ്സിലാക്കാനും അല്ലെങ്കിൽ അവരുടെ പ്രധാന പ്രശ്നങ്ങൾ മേ ബി ചിലപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളായിരിക്കില്ല, മേ ബി ചിലപ്പോൾ മറ്റെന്തെങ്കിലും ചില കാര്യങ്ങളായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാൻ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവാം, ഈ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഈ ഡേയ്സ്, ഈ ഒരു 4 ദിവസം ചിലപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവുന്നുണ്ടാവും. സൈക്കി സഫാരി എന്നുള്ളത് ഒരു അസുഖമോ അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേക ആളുകൾക്ക് മാത്രം പങ്കെടുക്കാനുള്ള ഒരു വേദി അല്ലെങ്കിൽ ഒരു പരിപാടി അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം അങ്ങനെയല്ല. അവിടെ ഓഫ് കോഴ്സ് അവിടെ ഒരു സിറ്റുവേഷനിൽ സൈക്കി സഫാരിക്ക് ഏതൊരു വ്യക്തിക്കും പങ്കെടുക്കാം. പക്ഷെ ആ സൈക്കി സഫാരി പങ്കെടുക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഇവിടെ നമ്മുടെ മൈൻഡ് മാരസിൽ വെച്ചിട്ട് നമ്മൾ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ടാവാം, ഒരു ഇനീഷ്യൽ അസസ്മെൻറ്റ് പോലെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവാം, പോകുന്നുണ്ടാവാം. ആൻഡ് അവിടെ എല്ലാവരെയും നമ്മൾ അവിടെ ഉൾക്കൊള്ളിക്കുക എന്ന് പറയുന്നത് നമുക്ക് ബുദ്ധിമുട്ടാണ്. ആൻഡ് അവിടെ സിറ്റുവേഷൻസ് അനുസരിച്ച് അവിടെ നമുക്ക് കുറേ കാര്യങ്ങൾ അവിടെ നോക്കേണ്ടതായിട്ടുണ്ട്. സോ അങ്ങനെ കുറേ കട്ട് ഷോട്ടിങ്ങും അല്ലെങ്കിൽ കുറേ കസ്റ്റമൈസേഷനും കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓരോ ക്ലയൻറ്റിനെയും അല്ലെങ്കിൽ ഓരോ വ്യക്തിനെയും നമ്മൾ സൈക്കി സഫാരിയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ടാവുക, എടുക്കുന്നുണ്ട്. സൈക്കി സഫാരിയിലേക്ക് നേരിട്ട് ജോയിൻ ചെയ്യുക എന്ന് പറയുന്നത് അവർക്ക് വരാം, പക്ഷേ അതിൻ്റെ മുന്നേ അവിടെ ഇനീഷ്യലി അവിടെ നമ്മുടെ ക്ലിനിക്കുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഒരു ഇനീഷ്യൽ അസസ്മെൻറ്റ് ഐദർ ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈൻ അവിടെ നടന്നതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, അവിടെ ആ ഒരു പെർമിഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുള്ളൂ, നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ഗ്രാൻറ്റ് ചെയ്യുന്നുണ്ടാവുള്ളൂ. പബ്ലിക്കിന് അവിടെ തീർച്ചയായും സൈക്കി സഫാരിയിൽ പങ്കെടുക്കാൻ സാധിക്കും. സൈക്കി സഫാരി എന്ന് പറയുന്ന പ്രോഗ്രാം ആക്ച്വലി റൺ ചെയ്യുന്നത് സൈക്കോളജിസ്റ്റുകളാണ്. അവിടെ നമ്മളുടെ നോർമൽ തെറാപ്പിക്ക് എത്തുന്ന ക്ലയൻസ് അവരുടെ സിറ്റുവേഷനലി ഉള്ള പ്രശ്നങ്ങൾ കൊണ്ടാവാം, അതല്ലെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റീസിൽ വരുന്ന പ്രശ്നങ്ങൾ കൊണ്ടാവാം. അവിടെ നമ്മൾ ഡയഗ്നോസിസ് അല്ലെങ്കിൽ അവർക്കൊരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ ഒരു റിട്രീറ്റ് അല്ലെങ്കിൽ എൻറ്റയർ വെൽനെസ് ആണ് നമ്മളവിടെ ഉദ്ദേശിക്കുന്നത്. സൈക്കി സഫാരി is actually a cross-cultural intervention and it is an uninterrupted therapy. So ഒരു 4 days കംപ്ലീറ്റ്ലി തെറാപ്പിസ്റ്റിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാനായിട്ടും അവരുടെ വെൽനെസ്സിൽ മാത്രം ഫോക്കസ് ചെയ്യാനായിട്ടും ക്ലയൻറ്റിന് ഒരു ടൈം കിട്ടുകയാണ്. അവിടെ അവരുടെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഇല്ല. അത് മാത്രമല്ല ഇവിടെ നമ്മൾ പ്യുവർലി തെറപ്യൂട്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇനി നമ്മുടെ സൈക്കോളജിയിൽ ഒരുപാട് മൊഡാലിറ്റീസ് ഉണ്ട് ആൻഡ് ഡിഫറെൻറ്റ് അപ്രോച്ചസ് ഉണ്ട്. ഈ അപ്രോച്ചസിൽ ഒന്നിൽ പോലും ലൈക്ക് okay, this approach is going to give you an entire healing എന്നില്ല. So it is a multi-dimensional approach when it comes to Psyche Safari. So we are not only focusing on the diagnosis or labeling, we are focusing on the healing of the client. So അവരുടെ റിലേഷൻഷിപ്പിൽ വരുന്ന ഇഷ്യൂസ് ആവാം, അതല്ലെങ്കിൽ അവരുടെ ഇന്റർപേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നതാവാം, അവരുടെ ഫംഗ്ഷനാലിറ്റിയിൽ വരുന്ന കാര്യങ്ങളാവാം, ബിഹേവിയർ ആവാം, ഇമോഷൻസ് ആവാം, ഓർ സംതിങ് ലൈക്ക് ഫ്രം ദ പാസ്റ്റ് വിച്ച് ദേ ബ്രോട്ട് ടു തെറപ്പി. സോ എല്ലാത്തിനും ഒരു ഉത്തരമാണ് ആക്ച്വലി സൈക്കി സഫാരി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം. പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദാറ്റ് മീൻസ് മേ ബി സോഷ്യൽ ആൻസൈറ്റി ഉള്ള ക്ലയൻസ് ഉണ്ടാവാം, മറ്റുള്ളവരുടെ കൂടെ ഇടപഴകാൻ ബുദ്ധിമുട്ടുള്ള ക്ലയൻസ് ഉണ്ടാവാം. ഇനീഷ്യലി അവർ ഈ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടാവാം. പക്ഷേ സൈക്കി സഫാരി ഇസ് റൺ ബൈ എ ടീം ഓഫ് സൈക്കോളജിസ്റ്റ്. അവിടെ സ്ലോ ഡൗൺ ആവുന്ന ക്ലയൻസിൻ്റെ കൂടെ സ്ലോ ഡൗൺ ആവാൻ നമ്മൾ തെറപ്പിസ്റ്റ് ഉണ്ടാവും. ആൻഡ് അവർക്ക് വേണ്ട സ്പെഷ്യൽ കെയർ കൊടുക്കാനും നമ്മൾ സൈക്കോളജിസ്റ്റുകൾ അവിടെ അവൈലബിൾ ആയിരിക്കും. അതുകൂടാതെ തന്നെ നമ്മൾക്ക് കാണാൻ പറ്റുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ബൈ ദ എൻഡ് ഓഫ് തെറപ്പി ഈ ഏറ്റവും അധികം ബുദ്ധിമുട്ട് കാണിച്ച ക്ലയൻസ് ആയിരിക്കാം ഏറ്റവും അധികം ഒരു ഡ്രാസ്റ്റിക് ചേഞ്ചുമായിട്ട് തെറപ്പിയിൽ പോകുന്നുണ്ടാവാം. സോ നമ്മൾ അവിടെ ക്ലയൻസിൽ ഫോക്കസ് ചെയ്യുന്നത് അവരുടെ ആ ഒരു ടാഗ് ലൈനോ അല്ലെങ്കിൽ അവർ കൊണ്ടുവന്ന ആ ഒരു കംപ്ലയിൻസിൻ്റെ ഒരു ലിസ്റ്റോ അല്ല. അവർ ഒരു സൊസൈറ്റിയിലേക്ക് വരുമ്പം, ഈ ഒരു കൂട്ടത്തിനകത്തേക്ക് വരുമ്പം അവർ ഡെയിലി ബേസിസിൽ അനുഭവിക്കാവുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അവർ ഇനിയൊരു സൈക്കി സഫാരി എന്ന പ്രോഗ്രാം കഴിഞ്ഞു പോകുമ്പോൾ അവർ തിരിച്ച് ചെല്ലുന്ന സമൂഹത്തിൽ അവർ നേരിട്ടേക്കാവുന്ന പ്രശ്നങ്ങൾ. സോ ഇതിൽ അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് അവരെ ഒരു സപ്പോർട്ട് സിസ്റ്റത്തിനുള്ളിൽ നിർത്തിക്കൊണ്ട് നമ്മൾ അവരെ എൻഹാൻസ് ചെയ്യുന്നു. വരുന്ന 20 ക്ലയൻസിനും അവിടെ നമ്മൾ ടീമായിട്ട് നടത്തുന്ന അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് നടത്തുന്ന ആക്ടിവിറ്റീസും ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവിടെ ഓരോരുത്തരുടെയും ആ 4 ദിവസത്തെ വ്യത്യാസങ്ങൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് അവർക്ക് നീഡഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ സെഷൻസും അവർക്ക് നീഡഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ അറ്റൻഷനും ഓരോ തെറാപ്പിസ്റ്റിന്റെ സൈഡിൽ നിന്ന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാകും. അത് തന്നെയാണ് അവിടെ ഓരോ വ്യക്തിയിലും പോകുന്ന ആ ഒരു ഫോക്കസ് തന്നെയാണ് ഫൈനലി നമ്മൾ കാണുന്ന ആ ഒരു 20 ക്ലയൻസിന്റെ ചേഞ്ച്. ഓരോ സൈക്കി സഫാരിയും ഓരോ എക്സ്പീരിയൻസ് ആണ് നമുക്ക്. സോ പരസ്പരം
ഓക്വേർഡായിട്ട് നിൽക്കുന്ന ആൾക്കാർ, സ്ട്രേഞ്ചറായിട്ട് വരുന്ന ആളുകൾ, ഇതെല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു ബസ്സിൽ ട്രാവൽ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നു. അപ്പുറത്തിരിക്കുന്ന ആളിനെ നോക്കാനും അവരോട് സംസാരിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട്. സ്ട്രേഞ്ചേഴ്സ് ആണല്ലോ, സോ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ തുടങ്ങണമെന്ന് അറിയത്തില്ല. പലപ്പോഴും സോഷ്യൽ ആങ്സൈറ്റി അല്ലെങ്കിൽ ജനറൽ ആങ്സൈറ്റി ഒക്കെ ഉള്ള ക്ലയൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഗ്രേഡഡ് എക്സ്പോഷറായിട്ടാണ് ഇനിഷ്യൽ അത് സ്റ്റാർട്ട് ചെയ്യാം. ദെൻ അത് കഴിഞ്ഞ് ഫസ്റ്റ് ഡേ ചെറിയ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ അവരുടെ ഇടയിൽ വന്നു. സെക്കൻഡ് ഡേ നോക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു ക്ലോസ്ഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, കുറച്ചുകൂടെ കാര്യങ്ങൾ ഇൻട്രാക്ട് ചെയ്യാൻ തുടങ്ങിയ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. ദ തേർഡ് ഡേ വാസ് കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോമിങ് for them. So we really wonder like how these people are getting connected each other, and so many people are coming from different places, different cultures, different social condition, different religion, different belief system, different judgments, but they all are together without any judgment, without any kind of stigmas, taboos, anything. They're just interacting each other, and they become more thicker. They're making more thicker bonds each other. So this is really a great experience for us to visualize such kind of stuff actually. So as a mental health professional, these people can actually understand them, the clients, in a very close monitored way, and they can plan their therapeutic sessions after the Psyche Safari at Mind Matters. To be very frank, that was very helpful for them because they never understand these people before actually. But നമുക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ വളരെ പരിമിതമായ ആളുകൾ മാത്രം നമുക്ക് ഇതിനകത്ത് കണ്ടക്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്നുള്ളതാണ്. വി ആർ പ്ലാനിങ് ടു മേക്ക് സം മോർ സെഷൻസ് ഓഫ് Psyche Safari in a month. സോ ദ പ്രോബ്ലം ഈസ് ലൈക്ക് പോകുന്ന സമയത്ത് 6-7 സൈക്കോളജിസ്റ്റുമാർ ഈ ട്രിപ്പിനൊപ്പം പോകാനായിട്ടുണ്ട്. സോ ഇത്രയും ആളുകളുടെ ഇൻഡിവിജ്വൽ ക്ലയൻസും സെഷൻസും ഒക്കെ ശരിക്കും ഈ 4 days ബ്ലോക്ക് ചെയ്തിട്ടാണ് ഈ 15 പേർക്ക് വേണ്ടിയിട്ട് നമ്മൾ പോകുന്നത്. സോ ഓഫ് കോഴ്സ് അതിൻ്റേതായ ചില ബുദ്ധിമുട്ടുകൾ എപ്പോഴും ഒരു ക്ലിനിക്കിൽ നോർമലി വരും. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ നമ്പർ ഓഫ് Psyche Safari സെഷൻസ് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ പ്രശ്നം. എനിവേ പോയവരല്ല തിരിച്ചു വന്നത്, ദാറ്റ് ഇസ് കൺഫേംഡ്. And they came with a different reality. They came with a parallel reality. So I really am so proud for introducing such program in Kerala. And our Mallus are so lucky people so that they can have an immense resource of forest. So forest itself, it's a nature itself, it's a healer. Time itself is a healer. എന്നൊക്കെ പറയുന്ന പോലെ. ബട്ട് അതിന് നമ്മൾ ഫെസിലിറ്റേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്ങനെയാണ് ടൈം ഒരു ഹീലറായി മാറുന്നത്? ഹൗ വി ക്യാൻ ഫെസിലിറ്റേറ്റ് ടു ദ പീപ്പിൾ. എങ്ങനെയാണ് നേച്ചർ ഒരു ഹീലറായിട്ട് മാറുന്നത്? ഹൗ വി ക്യാൻ ഫെസിലിറ്റേറ്റ് ഫോർ ദാറ്റ്. സോ ദിസ് ഈസ് ഹൗ വി ഗോ ത്രൂ. Psyche Safari is not just a psychological wellness trip. It also contains a lot of other modalities which we cannot practice in a clinical setting. ഒരു ക്ലിനിക്കൽ സെറ്റിങ്ങിൽ നോർമലി സൈക്കോളജിസ്റ്റുമാർക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്ത ഒരു വൈഡ് സ്പേസിൽ മാത്രം പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന, ഗ്രൂപ്പിൻ്റെ ഹെൽപ്പോടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന അനേകം മൊഡാലിറ്റീസ് സൈക്കോളജിയിലുണ്ട്. 1-to-1 സെഷൻസിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് മൊഡാലിറ്റീസ് സൈക്കോളജിസ്റ്റുമാർക്കുണ്ട്. സോ ഇതൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനും അതിന് റിസൾട്ട് ക്ലയൻസിന് കൊടുക്കാനൊക്കെ നമുക്ക് സാധിക്കാറുണ്ട്. ഇപ്പോൾ ആൻസിസ്റ്റേഴ്സ് ഹീലിംഗ് എന്നൊക്കെ പറയുന്നത്, അതായത് നമ്മളെ ജീൻ ബേസ്ഡ് ആയിട്ട് വരുന്ന കുറേ സാധനങ്ങളുണ്ട് അല്ലേ. നോട്ട് ഓൾ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ആർ just we created from this lifetime. So many things which we carried from our parents, our ancestors through the gene. So of course those kind of healing modalities we cannot practice in clinical setting normally. So of course അത്തരത്തിലുള്ള പ്രാക്ടീസസും കാര്യങ്ങളൊക്കെ നമുക്ക് Psyche Safari ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. When traveling with people, especially strangers, it's a different experience. You have to experience at least once in your lifetime. Psyche Safari ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിമിനേഷനോ ഒരു ഡിസ്കംഫോർട്ടോ കണ്ടില്ല. പൊതുവേ സ്ട്രേഞ്ചേഴ്സ് കാണുന്ന ഒരു ഡിസ്കംഫോർട്ട് മാത്രമേ കണ്ടിരുന്നുള്ളൂ. പൊതുവേ സൈക്കോളജിസ്റ്റിന് അടുത്തേക്ക് റീച്ച് ചെയ്യുന്ന ക്ലയൻസ് അവരുടെ ഡെയിലി ബേസിസിലുള്ള അവരുടെ ഫങ്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെ ബാധിച്ചു തുടങ്ങുമ്പോഴായിരിക്കും തെറപ്പിക്കായിട്ട് എത്തുന്നുണ്ടാവുക. സോ പുറത്തു നിന്ന് വരുന്ന ആളുകൾ അല്ലെങ്കിൽ നോർമൽ പബ്ലിക് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും വർക്കിൽ നിന്നോ റിലേഷൻഷിപ്പിൽ നിന്നോ അതല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള സൈഡിൽ നിന്നോ സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്ന ആളുകളായിരിക്കാം. Psyche Safari എന്നുള്ള പ്രോഗ്രാം അവിടെ ഒരു രോഗത്തെയോ അല്ലെങ്കിൽ ഒരു വ്യക്തി നേരിടുന്ന ഒരു സ്പെസിഫിക് ട്രൈറ്റിനെയോ അല്ലെങ്കിൽ ഒരു
ഡിസോർഡറിനെയോ മാത്രം ഫോക്കസ് ചെയ്തിട്ടല്ല നമ്മൾ നടത്തുന്നത്. അതിനുള്ളിൽ ഒരു മൾട്ടി ഡയമെൻഷണൽ ആയിട്ടുള്ള ആയുർവേദ തുടങ്ങി നമ്മളുടെ ഫാമിലിക്ക് വേണ്ടി ചെയ്യുന്ന നമ്മൾ ഒരുപാട് തെറപ്പീസ് ഉണ്ട്, നമ്മുടെ കപ്പിളിന് പോകുന്ന തെറപ്പീസ് ഉണ്ട്, ലെക്ചേഴ്സ് ഉണ്ട്, ആൻഡ് കോമൺ ഗെയിംസ് ഉണ്ട്. ആൻഡ് ഇറ്റ് ഈസ് വിൽ ബി ഓൺലി ഫോക്കസിങ് ഓൺ ദ വെൽനെസ് പാർട്ട്. ഓക്കെ, വിൽ നോട്ട് ബി ഫോക്കസിങ് ഓൺ what they can't or what they couldn't or what something that fell out of their hands. First of all, സൈക്കി സഫാരി എന്ന 4 ഡേയ്സിലെ പ്രോഗ്രാം കൊണ്ട് ഒരു വ്യക്തിയുടെ എൻറ്റയർ ഹീലിംഗ് തീരുമെന്ന് ഒരിക്കലും ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ഹീലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണെന്ന് പോലും അറിയാതെ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ആൻഡ് അവിടെ ഹീൽ ചെയ്യണം എന്ന് പോലും അറിയാതെ അവരുടെ സ്വന്തം ലൈഫിൽ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. സോ ഫോർ അസ്, നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ കിട്ടുന്നത് ഒരുപാട് തിരിച്ചറിവുകളാണ്. ആൻഡ് ഇനി അങ്ങോട്ട് പോകുന്ന ലൈഫിൽ അവർക്ക് വരുത്താവുന്ന മാറ്റങ്ങൾ, ഇറ്റ്സ് ലൈക്ക് അവരെ നമ്മളൊരു വലിയ ട്രിപ്പ്, അവരുടെ ജീവിതം എന്നുള്ള ട്രിപ്പിലേക്ക് പോകാനായി ഒരു ബാക്ക് പാക്ക് കെട്ടിക്കൊടുക്കുന്നു. അതാണ് ഈ 4 ഡേയ്സ്. സോ ദേ ക്യാൻ, അതിനുള്ളിൽ ഫസ്റ്റ് എയ്ഡ് ഉണ്ടാവാം, അവർക്ക് യൂസ് ചെയ്യേണ്ട ക്ലോത്ത്സ് ഉണ്ടാവാം, അവരുടെ റെമഡിയൽ മെഷേഴ്സ് ഉണ്ടാവാം, മാപ്പ് ഉണ്ടാവാം. ആ ഒരു ഡയറക്ഷൻ നമ്മൾ കാണിച്ച് അവർ വിടുന്നു. ആൻഡ് അതിന് കേപ്പബിൾ ആക്കിയിട്ടാണ് നമ്മൾ അവരെ ആ ഒരു ബൈ ദ എൻഡ് ഓഫ് ദ ജേർണി നമ്മൾ പിരിയുന്നത്. സോ ദാറ്റ് ഈസ് വാട്ട് സൈക്കി സഫാരി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിന്റെ മോട്ടീവായിട്ട് ഞാൻ കണക്കാക്കുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രമല്ല നമ്മൾ സൈക്കോളജിസ്റ്റിനെ കാണാനുണ്ട്. പ്രശ്നങ്ങളില്ലാത്ത സമയത്തും നമുക്ക് സൈക്കോളജിസ്റ്റുമാരെ വിസിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അവരോട് ഇൻട്രാക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏതെങ്കിലും ഏരിയയിൽ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ നമുക്ക് ഇൻട്രാക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. വി കോൾ ഇറ്റ് ആസ് എ പ്രിവെൻഷൻ. വെൽബീയിങ്ങിന് വേണ്ടിയിട്ട്, കുറച്ചുകൂടെ ബെറ്റർ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് സൈക്കോളജിസ്റ്റിനെ കാണാൻ പറ്റും. നോർമലി എന്നെയും നിങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ ഒരു പ്രശ്നം വരുന്ന സമയത്താണ് ഒരു സൈക്കോളജിസ്റ്റിനെ കുറിച്ച് നമ്മൾ ഓർക്കുന്നത് തന്നെ. ശരിക്കും സൈക്കോളജിസ്റ്റുമാർ, ദേ ആർ അവർ ഫ്രണ്ട്സ്, ദേ ആർ പ്രൊഫഷണൽസ്. ദേ ക്യാൻ ഡീൽ അവർ തിങ്സ് ഇൻ എ വെരി ബെറ്റർ വേ. ദേ ക്യാൻ ഗിവ് us proper guidance and they can facilitate us in a great way to live. So in fact, we all are socially conditioned, and so many social conditioning is giving so many inhibitions, and of course there is so many internalizations, and this will create a great breakdowns in our lives. So ഈ ബ്രേക്ക് ഡൗണിലോട്ടൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഇൻഹിബിഷൻ സ്റ്റേജിലോട്ടോ അല്ലെങ്കിൽ ഇന്റേണലൈസേഷന് തൊട്ട് മുമ്പൊക്കെ ആയിട്ട് നമുക്കൊരു സൈക്കോളജിസ്റ്റിനെ കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രിവെൻഷൻ. സോ പലപ്പോഴും നമുക്കൊരു സൈക്കോളജിസ്റ്റിനെ കാണാൻ പോകുന്ന അതിന് വേണ്ടിയിട്ട് തീരുമാനം എടുക്കുന്ന മൊമെൻ്റൊക്കെ വളരെ ടഫാണ്. സോ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഈസി ഫോർ എവരി വൺ. ഇപ്പം എല്ലാവർക്കും അത്ര എളുപ്പത്തിൽ പോകണം പറ്റണമെന്നില്ല. ചിലവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ പോകുന്നതെന്ന് എന്നൊക്കെ തീരുമാനിക്കുന്നതിന് വലിയൊരു ടഫ് ഡിസിഷനാണ് അവർക്ക്. അത് ഡിസിഷൻ എടുത്താൽ മാത്രം പോരാ, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം, കോൾ ചെയ്യണം. അത് ഏത് സൈക്കോളജിസ്റ്റിനെ കാണാൻ പോകണമെന്നറിയില്ല, ഇനി പോകുന്ന ആൾ നമ്മളായിട്ട് സെറ്റ് ആവുമോ എന്നറിയില്ല, നമ്മളുടെ കാര്യങ്ങളായിട്ട് അവർക്ക് ലോജിക്കലി കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല, ഇല്ലേ? സോ അപ്പോൾ ഇങ്ങനെ ഇതെല്ലാ കടമ്പകളും കൂടെ കടന്നിട്ട് നമ്മൾ സൈക്കോളജിസ്റ്റിനെ കാണാൻ പോകുന്നത്. പക്ഷേ ഇതൊന്നും ഇല്ലാതെ, ഒരു സോഷ്യൽ കണ്ടീഷനിങ്ങിൻ്റെ ഒരു കെട്ടുമില്ലാതെ, റൈറ്റ് ആൻഡ് റോങ്സോ ഗുഡ് ആൻഡ് ബാഡ്സോ ഒന്നും ഇല്ലാതെ, ഒരു സീറോ ജഡ്ജ്മെൻറ്റിലായിട്ടുള്ള തെറാപ്പി സൈക്കോളജിസ്റ്റ് എടുത്ത് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കിട്ടുന്നൊരവസരം എന്നൊക്കെ പറയുന്നത് വളരെ ഭാഗ്യമാണ് ശരിക്കും. അത് കാരണം നമ്മുടെയൊക്കെ ജീവിതങ്ങൾ ഒരുപാട് കടമ്പകളിലൂടെ കടന്നു പോയിട്ട് വന്നതാണ്, ഒരുപാട് തെറ്റിലൂടെ പോയിട്ട് വന്നതാണ്, ഒരുപാട് സോ കോൾഡ് തെറ്റുകൾ, ഐ മീൻ സോഷ്യലി കണ്ടീഷൻഡ് ആയിട്ടുള്ള കുറേ തെറ്റുകൾ, ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള നമ്മൾ കുറേ തെറ്റുകൾ നമ്മൾ ചെയ്തിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. സോ ഒരു ഏജ് കഴിഞ്ഞ് കടന്ന് ഇവിടെ എത്തുന്ന സമയത്ത് നമ്മൾ വെറും സമൂഹത്തിൽ വെറും പൊട്ടയായിട്ടുണ്ടാവും, ഒരു വൃത്തികെട്ട മനുഷ്യനായിട്ടുണ്ടാവും. ചിലപ്പോൾ ഒരു മറ്റുള്ളവരൊക്കെ പറയുന്ന പോലെ, നാട്ടുകാർ വിചാരിക്കുന്ന പോലെ, അല്ലെങ്കിൽ കുടുംബക്കാർ വിചാരിക്കുന്ന പോലെ, വീട്ടുകാർ വിചാരിക്കുന്ന പോലെ എത്തേണ്ട സ്ഥലത്ത് എത്താൻ പറ്റാത്ത ഒരാളായിരിക്കാം. അപ്പോൾ ഇതെന്നൊക്കെ മാറിയിട്ട് നമ്മളിലൊരു ഇന്നർ സെൽഫ് ഉണ്ട്. ആ ഇന്നർ സെൽഫിൻ്റെ ഹീലിങ്ങിനെ നമുക്ക് എങ്ങനെ കണ്ടെത്തി കൊണ്ടുവരാൻ പറ്റുമെന്നും അവിടെ നിന്നും കൊണ്ടൊരു ഫിനിക്സ് പക്ഷിയെ പോലെ നമുക്ക് എങ്ങനെ പറന്നുയരാൻ പറ്റുമെന്നുള്ളതും, മറ്റുള്ളവരുടെ ജഡ്ജ്മെൻറ്റ്സിനോട് നമ്മൾ ഒട്ടും ബോദർ ചെയ്യാതെ നമുക്ക് നമ്മളുടേതായ ഒരു വിഷൻ ഓഫ് ലൈഫ് കെട്ടിപ്പടുത്താൻ നമുക്ക് എങ്ങനെ സാധിക്കും എന്നുള്ളതും, ഹാപ്പി ആയിട്ടും ജോയ്ഫുൾ ആയിട്ടും ഗ്ലോറിയസ് ആയിട്ടും നമുക്ക് എങ്ങനെ നമ്മുടെ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ എപ്പോഴും ഒരു ചോദ്യചിഹ്നം തന്നെയാണല്ലേ. സോ സൈക്കി സഫാരി എന്നുള്ളൊരു പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഉദ്ദേശങ്ങൾ ഇത്രയുണ്ടായിരുന്നുള്ളൂ. ഒരു സ്റ്റിഗ്മ, അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കാണാൻ പോകണം, ഒരു സെഷൻ എടുക്കാൻ പോകണം എന്നൊക്കെ ഉള്ളൊരു സ്റ്റിഗ്മാസ് ഉള്ളവർക്ക് നേരിട്ട് വരാനേ നമുക്കൊരു ട്രിപ്പ് പോവാം. വി ക്യാൻ ഗോ ഫോർ എ ട്രിപ്പ്, അല്ലേ? ഒരു 4 ദിവസം നമ്മളോടൊപ്പം പോരെ. വി ഓൾ വിൽ ബി ടുഗദർ, ഓൾ ആർ സ്ട്രേഞ്ചേഴ്സ്. എനിക്ക് നിങ്ങളറിയില്ല, നിങ്ങൾക്ക് എന്നെ അറിയില്ല, പരസ്പരം ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആരെ അറിയില്ല. സോ ജസ്റ്റ് കം ഓൺ, ലെറ്റ്സ് ഹാവ് എ ഗ്രേറ്റ് ട്രിപ്പ് for 4 days with more than 5-6 psychologists with you.